ഓക്കെ, ഇനി നമുക്കപ്പോൾ അടുത്തത് ഓരോ ടൂൾസിലേക്ക് പോകാം. വയർ ഫ്രെയിം ആൻഡ് സർഫസ് ഡിസൈനകത്തുള്ള. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ സ്റ്റാർട്ടിൽ പോയി മെക്കാനിക്കലിൽ പോയി അതിനകത്ത് വയർ ഫ്രെയിം ആൻഡ് സർഫസ് ഡിസൈൻ എടുത്തു. ഓക്കെ, വയർ ഫ്രെയിം ആൻഡ് സർഫസ് ഡിസൈനകത്ത് ആദ്യത്തെ ടൂൾ ബോക്സ് എന്ന് പറയുന്നത് സർഫസ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമുക്കറിയാവുന്ന ടൂൾസ് തന്നെ എക്സ്ട്രൂഡും റിവോൾവും സ്വീപ്പും ഒക്കെ. അത് മറ്റേതിനകത്ത് സോളിഡ് ജോമെട്രി ആയിട്ട് വരുമെങ്കിൽ ഇവിടെ അതൊരു സർഫസ് ആയിട്ട് വരും, അത്രയേ ഉള്ളൂ. ഒരു ക്ലോസ്ഡ് അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡോ അല്ലെങ്കിൽ ഒരു ഓപ്പണോ ആയിട്ടുള്ള ഒരു സെക്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു എക്സ്ട്രൂഡഡ് സർഫസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് പ്രൊഫൈൽ വരച്ചിട്ട് എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞാൽ, പാർട്ട് ഡിസൈനകത്ത് എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് തന്നെ അതൊരു സോളിഡ് ആയിട്ട് വരും, ഒരു ക്യൂബോയിഡ് ആയിട്ട് വരും. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ക്ലോസ് സെക്ഷൻ വരച്ചിട്ട് സർഫസിനകത്ത് എക്സ്ട്രൂഡ് സെലക്ട് ചെയ്ത് പ്രൊഫൈലായിട്ട് ഈ ഒരു സ്കെച്ച് 1 ഡയറക്ഷൻ ആയിട്ട് ബൈ ഡിഫോൾട്ട് നോർമൽ ടു ദ സ്കെച്ച് എടുക്കും. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ഡയറക്ഷനൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്, എക്സ് വൈസ് ഡയറക്ഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഒരു റെഫറൻസ് ലൈൻ ഉണ്ടെങ്കിൽ ആ റെഫറൻസ് ലൈൻ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈൻ്റെ ഡയറക്ഷനിൽ എക്സ്ട്രൂഡ് ചെയ്തോളും. ഇവിടെ നമുക്ക് ലിമിറ്റ് 1ഉം ലിമിറ്റ് 2ഉം. ലിമിറ്റ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ഡയറക്ഷൻ, മറ്റേത് നെഗറ്റീവ് ഡയറക്ഷനോ അല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. എവറിത്തിങ് ആസ് നോർമൽ. ഇവിടെ നമുക്ക് മിറർ എക്സ്റ്റൻഡ് ഉണ്ട്. മുകളിലേക്കുള്ള ലിമിറ്റ് 1 തന്നെ താഴത്തേക്ക് കൊടുക്കും. റിവേഴ്സ് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. ഓക്കെ, ഇത് ഒരു സോളിഡ് ആണെങ്കിൽ ഇതൊരു എൻറ്റയർ സെക്ഷൻ ആയിട്ട് വരും. എൻറ്റയർ ഒരു 3D ആയിട്ട് വരും, ഒരു സോളിഡ് 3D ആയിട്ട് വരും. പാർട്ട് ഡിസൈൻ ആണെങ്കിൽ ഇവിടെ അതൊരു സർഫസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഞാൻ പുതിയൊരു പാർട്ട് എടുത്ത് വേറൊരു സ്കെച്ച് എക്സ്ട്രൂഡ് ചെയ്യുകയാണ്. ഇവിടെ ഞാനിപ്പോൾ ഒരു സ്പ്ലൈൻ എടുത്തിട്ട് ഒരു ഓപ്പൺ സെക്ഷനാണ് വരയ്ക്കുന്നതായിരിക്കട്ടെ. ഇത് എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇങ്ങനെ. ഓക്കെ, ഇത് രണ്ടും സർഫസാണ്. ഇനി നമുക്ക് വരുന്നത് റിവോൾവ് ടൂള്. റിവോൾവ് ടൂള് നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിന്ന് ജസ്റ്റ് കണ്ടായിരുന്നു, ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് ജസ്റ്റ് കണ്ടായിരുന്നു. അത് തന്നെ സ്കെച്ച് കൊടുത്ത് ഇവിടെ വരയ്ക്കുന്ന സമയത്ത് എനിക്കിപ്പം ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, റിവോൾവ് ചെയ്യേണ്ട ആക്സിന് അബൌട്ടായിട്ട് മാത്രം വരച്ചാൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനൊരു സ്കെച്ച് വരച്ചു, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് സ്പ്ലൈൻ പോയിന്റ്സിൽ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്ലൈൻ വരയ്ക്കുന്ന പോലെ തന്നെ 2Dയിലൊക്കെ സ്പ്ലൈൻ വരച്ച പോലെ തന്നെ ആ സ്പ്ലൈൻ പോയിന്റ്സിനെ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാം. എക്സിറ്റ് റിവോൾവ് ആക്സിസ് ആയിട്ട് ഈ ഒരു ആക്സിസ്, എന്നിട്ട് ഒരു 360 ഡിഗ്രി അല്ലെങ്കിൽ ലിമിറ്റ് 1 2 ലിമിറ്റായിട്ട് ഉടനെ കൊടുക്കാം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബോട്ടിൽ ഷേപ്പ് പോലെ സാധനം പ്രോപ്പറായിട്ട് വരച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഷേപ്പിൽ കിട്ടും. ഓക്കെ, ഇവിടെ ഓർക്കുക അതിന് 0 തിക്നെസ് ജോമെട്രി ആണ് കേട്ടോ. അത് ഒരു 0 തിക്നെസ് അവിടെ ഇല്ല. ഓക്കെ, ഇനി വരുന്നതാണ് സ്പിയർ എന്ന് പറഞ്ഞൊരു ടൂള്. സ്പിയർ ടൂളിനകത്ത് നമ്മൾ ജസ്റ്റ് സ്പിയർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു സെൻറ്റർ പോയിന്റ് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് കറൻ്റ്ലി ഒന്നുമില്ല, ഒരു 3 പ്ലെയിൻ മാത്രമേ ഉള്ളൂ, നമുക്ക് വേറെ ഒരു പോയിന്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാനില്ല. നമ്മളിത് സ്പിയർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു സെൻറ്റർ പോയിന്റ് വേണം. ഇപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റ് കൊടുക്കുകയാണ്. പോയിന്റ് ഇല്ലാതെ നമ്മൾ റെഫറൻസ് ഫീച്ചേഴ്സ് പഠിച്ച ഓർമ്മയുണ്ടോ? റെഫറൻസ് പോയിന്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് റെഫറൻസ് പോയിന്റ് ഇട്ട് കൊടുത്താലും മതി. എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ. സ്പിയറിനകത്ത് പോയിട്ട് സെന്ററായിട്ട് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ സ്കെച്ച് പറഞ്ഞു കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പോയിന്റ് പറഞ്ഞു കൊടുക്കാം. സ്കെച്ച് ഓർ പോയിന്റ്
ഏതെങ്കിലും ഒരു റെഫറൻസ് പോയിന്റ് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ഇവിടെ നമുക്ക് ക്രിയേറ്റ് ദ സ്പിയർ ബൈ സ്പെസിഫൈങ് ദ ആംഗിൾ, അതായത് മെറിഡിയൻ ആംഗിൾ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡ്സും വെച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കില്ലേ, അതേപോലെ മെറിഡിയൻ ആംഗിളും മെറിഡിയൻ സ്റ്റാർട്ട് മെറിഡിയൻ എൻഡ്, സോറി പാരലൽ എൻഡ്, ഇത് പാരലൽ എൻഡ്, ഇത് പാരലൽ സ്റ്റാർട്ട് എന്ന് പറയും, ഇത് മെറിഡിയൻ എൻഡ്, ഇത് മെറിഡിയൻ സ്റ്റാർട്ട്. അപ്പം ഒരു ഫുൾ സ്പിയർ വേണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇനി ഫുൾ സ്പിയർ ആണ് നമുക്ക് വേണ്ടെങ്കിൽ ക്രിയേറ്റ് ദ വോൾ സ്പിയറിനകത്ത് പോവാം. സെൻറ്റർ പോയിന്റ് പിന്നെ റേഡിയസിന്റെ വാല്യൂ ഉണ്ട്. ആ റേഡിയസിന്റെ വാല്യൂ പറഞ്ഞു കൊടുത്താൽ ഡയറക്റ്റ് നമുക്ക് സ്പിയർ ആയി. ഓക്കെ, അതാണ് സ്പിയർ ടൂൾ വരുന്നത്. ഇവിടെ നേരത്തെ പോലെ തന്നെ ഒരു സെക്ഷൻ തിക്നെസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. അവിടെ ഒരു സീറോ തിക്നെസ് ജോമെട്രിയ, ഒരു സ്പിയറിന്റെ ഒരു ഔട്ടർ ഷെല്ല് മാത്രമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് സിലിണ്ടർ എന്ന് പറഞ്ഞ ടൂള്. സിലിണ്ടറിനകത്ത് നമുക്ക് ഒരു പോയിന്റും വേണം, ഒരു ഡയറക്ഷനും വേണം. പോയിന്റ് ആയിട്ട് ഞാൻ ഈ സ്കെച്ച് 1 ഈ പോയിന്റ് പറഞ്ഞു കൊടുത്തു. ഡയറക്ഷൻ ആയിട്ട് ഞാൻ ഈ ഒരു വെർട്ടിക്കൽ ഡയറക്ഷൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഇവിടെ സ്റ്റാർട്ടിങ് ലിമിറ്റ്, ഈ ഒരു ലിമിറ്റ് 2, പിന്നെ റേഡിയസിന്റെ വാല്യൂ നമ്മുടെ മോഡലിംഗ് സ്പേസിൽ നിന്നോ ഈ ഒരു വിൻഡോയിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നോ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഞാനിതിപ്പം നേരത്തെ പാർട്ട് ഡിസൈൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഓർക്കുക, ഞാനിപ്പോൾ ചെയ്തപ്പം ഫോർ ഈ ആ ഒരു ടൂള് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ വരച്ചേക്കുന്നത്. ഇങ്ങനെ വരയ്ക്കുന്നത് ലോജിക്കലി തെറ്റാണ്. കാരണം രണ്ട് പാർട്ട് സോഫ്റ്റ്വെയർ ഇതിനെ രണ്ട് പാർട്ടായിട്ട് കൺസിഡർ ചെയ്യില്ല. ഒരു ഒറ്റ സോളിഡ്, ഒരു ഇൻഡിവിജ്വൽ ജോമെട്രി ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ലോജിക്കലി തെറ്റാണ്. ഇത് രണ്ട് പാർട്ടായിട്ട് സോഫ്റ്റ്വെയർ എടുക്കില്ല. ഞാൻ വേറൊരു ഫയൽ എടുക്കുന്നതിന് പകരം ഇവിടെ വരച്ചു പോയെന്നേ ഉള്ളൂ കേട്ടോ. അത് ശ്രദ്ധിക്കുക എപ്പോഴും, അല്ലെങ്കിൽ അസംബിൾ ചെയ്യുന്ന സമയത്തൊക്കെ അത് മിസ്റ്റേക്കുകൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓഫ്സെറ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഞാനിപ്പോൾ ഒരു സ്കെച്ച് കൊടുത്തിട്ട് ചെറിയൊരു എക്സ്ട്രൂഡ് ക്രിയേറ്റ് ചെയ്യണേ. ഇങ്ങനെ പോയി ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു ആർക്കാക്കി മാറ്റാൻ പറ്റും. എക്സ്ട്രൂഡ്, ഇവിടെ ഒരു ഓഫ്സെറ്റ് ഉണ്ട്. ഞാനിപ്പോൾ സർഫസ് ആയിട്ട് ഈ ഒരു സർഫസ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞു കൊടുക്കാതിരിക്കട്ടെ. എനിക്ക് ഇതാണ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ട് സൈഡിലേക്കും വേണമെങ്കിൽ ബോത്ത് സൈഡ്സ് കൊടുത്ത് പ്രിവ്യൂ എടുത്താൽ രണ്ട് സൈഡിലേക്കും അതിനെ ഒന്ന് എക്സ്ട്രൂഡ് ചെയ്ത് തരും. ഓക്കെ, ഇതാണ് സർഫസിനകത്തെ 5th ഓപ്ഷൻ, ഓഫ്സെറ്റ്. പിന്നെ നമുക്ക് വരുന്നത് സ്വീപ്പ് ടൂളാണ്. ഈ സ്വീപ്പ് ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കുറച്ച് ഉണ്ട് അതിനകത്ത്. ഞാനിപ്പോൾ സ്വീപ്പിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം പറയാം. സ്വീപ്പിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ വേറൊരു ഒരൊറ്റ വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചു തരാം സ്വീപ്പിൻ്റെ.